നമസ്കാരം. പി കെ മീഡിയയുടെ സ്റ്റോറീസ് ചാനലിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. പത്മശ്രീ ലഭിച്ച കേരളത്തിലെ ഒരു ആദിവാസി വനിതയുടെ കഥയാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. തിരുവനന്തപുരത്തെ വിതുരയിൽ നിന്ന് 9 കിലോമീറ്റർ സഞ്ചരിച്ചാൽ കല്ലാറായി. കല്ലാർ വനം വകുപ്പ് ചെക്ക് പോസ്റ്റിൽ നിന്ന് ഇടത്തേക്ക് ഒരു ഒറ്റയടി പാതയിലൂടെ കാട്ടിലൂടെ ഉള്ള വഴിയിലൂടെ 2 കിലോമീറ്റർ താണ്ടിയാൽ ലക്ഷ്മിക്കുട്ടി എന്ന വനമുത്തശ്ശിയുടെ നാട് ആരംഭിക്കുകയായി. വഴിയുടെ വലതുഭാഗത്ത് താഴെ ഒരു കുടിലിൽ കൊടുങ്കാട്ടിൽ ഒറ്റപ്പെട്ട ഒരു പനയോല കെട്ടിയ വീടുണ്ട്. കുടിലിന് സമീപമുള്ള പണിതീരാത്ത വീട്ടിലാണ് ലക്ഷ്മിക്കുട്ടിയുടെ താമസം. വീടിനുള്ളിൽ നിറയെ രോഗികളും സന്ദർശകരുമാണ് എപ്പോഴും. വീടിൻ്റെ ഭിത്തിയിലും മേശപ്പുറത്തും നിറച്ചും പുരസ്കാരങ്ങളും ട്രോഫികളും. രോഗികൾ ഊഴം കാത്തു നിൽക്കുന്നു. ഓരോ രോഗിയോടും പ്രത്യേക കരുതലും ശ്രദ്ധയും അവർക്ക് ഉണ്ട്. നാട്ടിൽ വന്ന് താമസിച്ചുകൂടെ എന്ന ഒരാളുടെ ചോദ്യത്തിന് കാടാണ് തനിക്കെല്ലാം എന്നായിരുന്നു മറുപടി. വീടിൻ്റെ തറ ടൈലിടാൻ സംഭാവന നൽകാമെന്ന് പറഞ്ഞ ആകാശയാത്രികനോട് എനിക്ക് മണ്ണിൽ ചവിട്ടി നടക്കണമെന്നാണ് മറുപടി പറഞ്ഞത്. അവർ കാടിൻ്റെ നിർമ്മലതയും ശാന്തതയും ഉള്ളിലുള്ള കല്ലാറിൻ്റെ വനമുത്തശ്ശി. ആദ്യകാല ജീവിതത്തെ നോക്കാം. ഉരുമൂപ്പനായ ശീതങ്കൻ കാണിയുടെ മകൾ കുഞ്ചുദേവിയുടെയും ചാത്തടി കാണിയുടെയും മകളായി 1944 ലക്ഷ്മിക്കുട്ടി ജനിച്ചത്. അമ്മ നാട്ടിൽ അറിയപ്പെടുന്ന വൈറ്റാട്ടിയായിരുന്നു. ലക്ഷ്മി ജനിച്ച് മാസങ്ങൾക്കകം അച്ഛൻ മരിച്ചു. 2ാം വയസ്സിൽ മുത്തശ്ശി മരിച്ചു. പിന്നീട് അങ്ങോട്ട് ലക്ഷ്മിക്കുട്ടി അടക്കം 4 മക്കളെ മുണ്ടുമുറുക്കിയുടുത്താണ് അമ്മ കുഞ്ചുദേവി പഠിപ്പിച്ചത്. കാട്ടിലെ കിഴങ്ങും പഴങ്ങളും കഴിച്ചു വളർന്ന ആ ബാല്യകാലത്തെക്കുറിച്ച് ലക്ഷ്മിക്കുട്ടി അമ്മയ്ക്ക് നല്ല ഓർമ്മയാണ്. ഊരിൽ നിന്ന് അധികമാരും പഠിക്കാൻ പോകാതിരുന്ന കാലത്തും അമ്മയും മുത്തച്ഛൻ ശീതങ്കൻ കാണിയും ലക്ഷ്മിക്കുട്ടിയെ പള്ളിക്കൂടത്തിൽ അയച്ച് പഠിപ്പിച്ചു. 5ാം ക്ലാസ് വരെ വിതുരയിലെ സർക്കാർ സ്കൂളിലാണ് പഠിച്ചത്. അന്ന് പഠിച്ച പാഠങ്ങളൊക്കെ ഇന്നും മനഃപ്പാഠമാണ്. അന്ന് പഠിച്ച കവിതകൾ അവർ ഇടയ്ക്കൊക്കെ ചെല്ലാറുണ്ട്, തെറ്റാതെ ചെല്ലാറുണ്ട്. വന്യമൃഗങ്ങൾ വിഹരിക്കുന്ന കൊടുങ്കാട്ടിലൂടെ 9 കിലോമീറ്റർ നടന്നുപോയാണ് സ്കൂളിൽ പഠിച്ചത്. സ്കൂളിൽ പോകുമ്പോൾ കൂട്ടായി അമ്മാവൻ്റെ മകൻ മാത്തൻകാണിയും ഉണ്ടാകുമായിരുന്നു. 8ാം ക്ലാസ് വരെ കല്ലാറിലാണ് പഠിച്ചത്. സംസ്കൃതവും ഹിന്ദിയും ഇംഗ്ലീഷും ഒക്കെ അഭ്യസിച്ചു. 8ാം ക്ലാസ്സിന് ശേഷം സ്കൂളിൽ പോയില്ല. 7ാമത്തെ വയസ്സു മുതൽ ലക്ഷ്മിക്കുട്ടി അമ്മ വൈദ്യം പഠിച്ച് രോഗികളെ പരിചരിക്കാൻ ആരംഭിച്ചു. നേട്ടങ്ങളെ നോക്കാം. കാടിൻ്റെ ഓരോ സ്പന്ദനവും അറിയാവുന്ന അപൂർവം ചിലരിൽ ഒരാളാണ് ലക്ഷ്മിക്കുട്ടി അമ്മ. കല്ലാറിലെയും പൊന്മുടിയിലെയും 500ഓളം ഔഷധങ്ങളെക്കുറിച്ച് ആഴത്തിലുള്ള അറിവ് ലക്ഷ്മിക്കുട്ടി അമ്മയ്ക്കുണ്ട്. കാട്ടിലെ ഏത് ചെടി കണ്ടാലും അതിൻ്റെ പ്രത്യേകതയും ഔഷധ ഗുണവും എല്ലാം അവർക്ക് മനഃപ്പാഠമാണ്. അതുകൊണ്ടാണ് ജനങ്ങൾ അവരെ വനമുത്തശ്ശി എന്ന് വിളിക്കുന്നത്. പ്രപഞ്ചമാണ് തൻ്റെ ആദ്യ ഗുരുവെന്നാണ് ലക്ഷ്മിക്കുട്ടി പറയുന്നത്. ഏത് ജീവിയുടെ വിഷദംശനമേറ്റാലും ഇവരുടെ പക്കൽ കാട്ടുമരുന്നുണ്ട്. മാറാരോഗത്താൽ വലയുന്നവരും വിഷമേറ്റ് മരണശയ്യയിലായവരടക്കം ഒട്ടേറെ പേർ ദിവസവും കാട്ടുപാത താണ്ടി ലക്ഷ്മിക്കുട്ടി അമ്മയുടെ കുടിലിൽ ആശ്രയം കണ്ടെത്തുന്നുണ്ട്. 7 വയസ്സിൽ ചികിത്സ ആരംഭിച്ച ലക്ഷ്മിക്കുട്ടി അമ്മ ഇക്കാലം കൊണ്ട് ആയിരക്കണക്കിന് പലവിധ രോഗങ്ങളുള്ളവരെ സൗഖ്യപ്പെടുത്തിയിട്ടുണ്ട്. വിഷചികിത്സയിലൂടെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്ന 300-ലധികം പേരുടെ രജിസ്റ്റർ അവർ സൂക്ഷിക്കുന്നുണ്ട്. അവരുടെ സ്പെഷ്യൽ ചികിത്സ വിഷചികിത്സയാണ്. നാട്ടുവൈദ്യ ചികിത്സയിൽ വിദേശ രാജ്യങ്ങളിൽ പോലും ലക്ഷ്മിക്കുട്ടി അമ്മ പ്രസിദ്ധയാണ്. ചികിത്സയെക്കുറിച്ചും ചെടികളെക്കുറിച്ചും പഠിക്കാൻ സ്വദേശികളും വിദേശികളുമായ നിരവധി പേർ അവരെ തേടിയെത്തുന്നുണ്ട്. നാട്ടുവൈദ്യവുമായി ബന്ധപ്പെട്ടും ആദിവാസികളുടെ പാരമ്പര്യ കലകളെക്കുറിച്ചും കാട്ടറിവുകളെക്കുറിച്ചും ലക്ഷ്മിക്കുട്ടി അമ്മ ക്ലാസ് എടുക്കുന്നുണ്ട്. സെമിനാറുകൾക്കും ക്ലാസ്സുകൾക്കുമൊക്കെയായി കേരളത്തിലെമ്പാടും തമിഴ്നാട്, കർണാടകം എന്നിവിടങ്ങളിലും അവർ ധാരാളം യാത്ര ചെയ്തിട്ടുണ്ട്. ഫോക്ലോർ അക്കാദമിയിലെ വിസിറ്റിംഗ് പ്രൊഫസർ കൂടിയാണ് ലക്ഷ്മിക്കുട്ടി അമ്മ. വൈദ്യത്തോടൊപ്പം സാഹിത്യവും ലക്ഷ്മിക്കുട്ടിക്ക് വഴങ്ങും. നിരവധി കവിതകളും കഥാപ്രസംഗങ്ങളും കഥകളും ലേഖനങ്ങളുമൊക്കെ എഴുതിയിട്ടുണ്ട്. നല്ലൊരു വായനക്കാരി കൂടിയാണ് ലക്ഷ്മിക്കുട്ടി അമ്മ. മലയാളം മാത്രമല്ല, തമിഴ്, ഹിന്ദി സാഹിത്യങ്ങളും അവർ വായിക്കാറുണ്ട്. പച്ചമരുന്ന് വൈദ്യത്തിൽ പ്രഗത്ഭ, ഫോക്ലോർ അക്കാദമിയിലെ അധ്യാപിക, ഒട്ടേറെ ലേഖനങ്ങളുടെയും കഥകളുടെയും രചയിതാവ്, പേരുകെട്ട വിഷഹാരി
എന്നിങ്ങനെ ഒട്ടേറെ ഉണ്ട് അവരുടെ വിശേഷണങ്ങൾ. കുടുംബകാര്യങ്ങളെ നോക്കാം. തൻ്റെ അമ്മാവൻ, അതായത് ഭർത്താവ് മാത്തൻ്റെ അച്ഛൻ, വൈദ്യത്തിൽ ലക്ഷ്മിക്കുട്ടിക്ക് രണ്ടാമത്തെ ഗുരുവായി. ലക്ഷ്മിക്കുട്ടി അമ്മയ്ക്ക് ആദ്യത്തെ ഗുരു പ്രകൃതിയാണ്. സ്കൂളിൽ പഠിക്കാൻ പോയ കാലത്ത് ലക്ഷ്മിക്കുട്ടിയെ വന്യമൃഗങ്ങളുടെ മുന്നിൽപ്പെടാതെ സംരക്ഷിച്ചിരുന്ന കൂട്ട് അമ്മാവൻ്റെ മകനായ മാത്തൻ കാണിയായിരുന്നു. ആ കൂട്ട് പിന്നീട് ലക്ഷ്മിക്കുട്ടിക്ക് ജീവിതത്തിൽ ഉടനീളമുണ്ടായിരുന്നു. ലക്ഷ്മിക്കുട്ടിക്ക് 16 വയസ്സുള്ളപ്പോൾ, അതായത് 1959 അമ്മാവൻ്റെ മകനായ മാത്തൻ കാണിയെ വിവാഹം ചെയ്തു. ധരണീന്ദ്രൻ, ശിവപ്രസാദ്, ലക്ഷ്മണൻ എന്നിങ്ങനെ 3 മക്കൾ അവർക്ക് ജനിച്ചു. വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞ് മക്കളെ നല്ല നിലയിൽ പഠിപ്പിച്ചിരുന്നു ലക്ഷ്മിക്കുട്ടിയും മാത്തനും. മൈസൂര് സർവകലാശാലയിൽ നിന്ന് BA കഴിഞ്ഞിരുന്നു ധരണീന്ദ്രൻ. മരുത്വാമല ക്ഷേത്രത്തിൽ പോകും വഴി 2005 ആനയുടെ ആക്രമണത്തിലാണ് ധരണീന്ദ്രൻ മരിക്കുന്നത്. ഹൃദയാഘാതം വന്ന് ശിവപ്രസാദും മരിച്ചു. മക്കളായ ധരണീന്ദ്രൻ്റെയും ശിവപ്രസാദിൻ്റെയും അകാലത്തിലുള്ള മരണം ഈ അമ്മയെ പിടിച്ചുലച്ച സംഭവങ്ങളാണ്. ലക്ഷ്മണൻ ചിത്രകാരനാണ്. ലക്ഷ്മിക്കുട്ടിയുടെ അമ്മ കുഞ്ചു വൈറ്റാട്ടിയും ചികിത്സിക്കുന്നയാളുമായിരുന്നു. ആ ഊരിലെ ചെറിയ ക്ലിനിക്ക് തന്നെയായിരുന്നു അവരുടെ വീട്. 32 വയസ്സുള്ളപ്പോൾ അമ്മ കുഞ്ചു മരിച്ചു. അമ്മയുടെ മരണശേഷം ലക്ഷ്മിക്കുട്ടി അമ്മ കുഞ്ചുവിൻ്റെ ചികിത്സകൾ കൂടി ഏറ്റെടുത്ത് നടത്താൻ തുടങ്ങി. 2016 ഭർത്താവ് മാത്തൻ കാണിയും മരിച്ചു. ബോട്ടണി പഠിക്കുന്ന കൊച്ചുമകൾ അമ്മൂമ്മയുടെ വഴിയെ എത്തുമെന്ന പ്രതീക്ഷയിലാണ് ലക്ഷ്മിക്കുട്ടി ഇപ്പോൾ. കൊച്ചുമകൾ കൂടെ നടന്ന് എല്ലാം പഠിക്കുന്നുണ്ട്. ഇവർക്ക് കിട്ടിയ അംഗീകാരങ്ങളെ നോക്കാം. വിഷചികിത്സയിലെ പ്രാഗൽഭ്യത്തിന് 1995 സംസ്ഥാന സർക്കാർ നാട്ടുവൈദ്യരത്ന പുരസ്കാരം അവർക്ക് നൽകി ആദരിച്ചിരുന്നു. ട്രോപ്പിക്കൽ ബോട്ടാണിക്കൽ ഗാർഡൻ, കേരള യൂണിവേഴ്സിറ്റി, സംസ്ഥാന ജൈവവൈവിധ്യ ബോർഡ്, അന്തർദേശീയ ജൈവ പഠന കേന്ദ്രം തുടങ്ങിയ സ്ഥാപനങ്ങൾ ലക്ഷ്മിക്കുട്ടിയെ ആദരിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൻ്റെ പ്രതിമാസ മൻ കി ബാത്ത് റേഡിയോ പരിപാടിയിൽ ലക്ഷ്മിക്കുട്ടിയുടെ സംഭാവനകളെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. ആളുകൾ അവർക്ക് വനമുത്തശ്ശി എന്ന സ്ഥാനം നൽകി. ലക്ഷ്മിക്കുട്ടിയെപ്പറ്റി കാട്ടറിവുകൾ എന്ന പുസ്തകം ഇറങ്ങുകയും അത് വളരെ പ്രശസ്തമാവുകയും ചെയ്തു. ലക്ഷ്മിക്കുട്ടി അമ്മയെ രാജ്യം 2018 പത്മശ്രീ പുരസ്കാരം നൽകി ആദരിച്ചു. രാഷ്ട്രപതി ശ്രീ രാംനാഥ് കോവിന്ദ് ശ്രീമതി ലക്ഷ്മിക്കുട്ടിക്ക് 2018 മാർച്ച് 20 ന്യൂഡൽഹിയിലെ രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ പത്മശ്രീ പുരസ്കാരം സമ്മാനിച്ചു. ഈ പ്രഗത്ഭയായ ആദിവാസി വനിത നമ്മളെയൊക്കെ പ്രചോദിപ്പിക്കുന്നതാണ്. ഈ അറിവുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്നെ ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി. നല്ല നമസ്കാരം.